പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഓരോ ദിനവും കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെട്ട് നമുക്ക് മുന്നേറാൻ കർത്താവ് നമുക്ക് എങ്ങനെ ആയിത്തീർന്നോ അതേപോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ നമുക്ക് ഉയർത്താം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പാപം ചുമക്കുന്ന, അകൃത്യം വഹിക്കുന്ന, എല്ലാം സഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ അകൃത്യങ്ങളൊക്കെ ചുമക്കുവാൻ ഹല്ലേലൂയ കണ്ടെത്തിയത് നമ്മുടെ യേശു കർത്താവിനെയാ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ പാവങ്ങൾ ചുമക്കുന്ന, അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 5:21 ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടേനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ കർത്താവച്ചൻ പാപമായി തീർന്നത്, അകൃത്യമായി തീർന്നത്. ഹല്ലേലൂയ. നമ്മുടെ സകല കുറ്റങ്ങളും ക്ഷമിക്കുവാൻ, സകലതും വഹിക്കുവാൻ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നു. പ്രിയ മക്കളെ, ആ കർത്താവിനെ നമുക്കൊന്ന് നോക്കാം, അവങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ഹല്ലേലൂയ ചെന്ന് കവിണ്ണു വീണു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കൂ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ സകലതും വഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്തുവാ? പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല നീ ഇച്ഛിക്കും പോലെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയാണ് പ്രിയ മക്കളെ എല്ലാം ആയി തീർന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നോക്കൂ, യോഹന്നാൻ ഹല്ലേലൂയ തൻ്റെ യേശുപ്പനെ നോക്കിയിട്ട് പറയുക, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും പാപം ചുമക്കുന്ന, അകൃത്യം വഹിക്കുന്ന, ഹല്ലേലൂയ എല്ലാം സഹിക്കുന്ന നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ആയി തീർന്നിരിക്കുക. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി എല്ലാം ആയി തീർന്ന നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഹല്ലേലൂയ, അപ്പ എന്നെയും എടുത്ത് ഉപയോഗിക്കണമേ, അപ്പൻ്റെ സാക്ഷിയായി തീരുവാൻ, അപ്പൻ്റെ മകനായി തീരുവാൻ എന്നെയും എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവ്വവ്യാപിയാണ് പ്രിയ മക്കളെ, സർവ്വജ്ഞാനിയാണ് നമ്മുടെ കർത്താവ്. എല്ലാം ആയി തീർന്ന കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്താം. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനത്തിൽ 1 മുതലുള്ള വാക്യം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പച്ചനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈമേൽ നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നോക്കൂ പ്രിയ മക്കളെ, നമ്മുടെ സർവ്വതും അറിയുന്ന സർവജ്ഞാനിയായ നമ്മുടെ കർത്താവ് നമുക്കെല്ലാമായി തീർന്നു. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് 139-ാം സങ്കീർത്തനം തന്നെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ
നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. നോക്കൂ, സർവ്വവ്യാപിയായ കർത്താവ്, നമുക്ക് എവിടെയും പോകുവാൻ ഒക്കത്തില്ല, നമ്മുടെ കൂടെ നമ്മുടെ അപ്പനുണ്ട്. നമ്മെ കൈവിടാത്ത, ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പിതാവ് നമുക്ക് വേണ്ടിയുണ്ട്. ഈ ദിനങ്ങളിൽ ആ കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ ആരാധിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്. നമ്മുടെ എല്ലാമായ നമ്മുടെ കർത്താവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. പ്രിയ മക്കളെ, ഒരിക്കലും കൈവിടാത്ത നമ്മുടെ അപ്പൻ, നടുക്കടൽ വരെ ഹല്ലേലൂയ നമ്മോട് അടുത്തു വരുന്ന അപ്പനാ. നോക്കൂ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് മർക്കോസിന്റെ സുവിശേഷം 5-38 വാക്യത്തിൽ തന്റെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ, അവിടെ നമ്മുടെ അടുക്കളേക്ക് കടന്നു വരുന്ന അപ്പൻ, ഹല്ലേലൂയ, കാറ്റിനെ ശാസിക്കുന്ന അപ്പൻ, നമ്മളെ കൈവിടാത്ത നല്ല പിതാവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്കെല്ലാം നമ്മുടെ പിതാവ് മാത്രമാ, നമ്മുടെ യേശുപ്പൻ മാത്രമാ നമുക്കുള്ളത്. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സകലതും ചുമക്കുന്ന കർത്താവ്, വഹിക്കുന്ന, ഹല്ലേലൂയ, സകലതും സഹിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, സർവജ്ഞാനിയായ സർവവ്യാപിയായ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പനെ മറന്ന്, അപ്പനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സകല സംഭവങ്ങളും നടക്കുമ്പോൾ അപ്പൻ അറിയാതെയല്ല ഒന്നും ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ലോകത്തിൽ നടക്കുന്നത്. പ്രിയ മക്കളെ, കർത്താവ് അറിയാതെ തലയിൽ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുകയില്ല. ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പാ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കായി തീരാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അവർ വഹിക്കുന്ന, സഹിക്കുന്ന ഓരോന്നും, ഹല്ലേലൂയ, അപ്പൻ അറിയാതെയല്ല. ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഓരോ മക്കളും കാണുവാനിടയാകണം. ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്ന, ഞങ്ങൾക്ക് വേണ്ടി അകൃത്യമായി തീർന്ന ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. ദൈവമേ, ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷം അനുഭവിപ്പാൻ, കർത്താവിന്റെ സ്നേഹം വേണ്ടും പോലെ മനസ്സിലാക്കുവാനിടയായി തീരണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. എല്ലാമായി തീർന്നയപ്പ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാമായി തീർന്ന അപ്പന്റെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിലാണ് നമുക്കെല്ലാം സമർപ്പിക്കാൻ പറ്റുന്നത്. നമ്മുടെ മുമ്പും പിൻപും, നമ്മുടെ നടപ്പുകള്, നമ്മുടെ ഓരോ പ്രവൃത്തികളും അറിയുന്ന അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.